ഓടുന്ന വണ്ടിയിൽ വെച്ച് ഒരു പ്രമുഖ സിനിമാ നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. കേരള പോലീസിന്റെ ചടുലവും നാടകീയവുമായ നീക്കങ്ങളാണ് കുറ്റകൃത്യത്തിലെ ഗൂഢാലോചനയടക്കം പുറത്തു കൊണ്ടുവന്നത്. കേരളം ഞെട്ടലോടെ നോക്കിക്കണ്ട ആ കേസിന്റെ നാൾവഴികളിലേക്ക്. എന്റെ അമ്മണിക്കുട്ടി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ട. സത്യമായിട്ടും നിന്റെ അപ്പൻ്റെല്ലോ, അയാൾ വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പോയി ശ്രീധരൻ കൊണ്ടുപോയി തെണ്ടി. മിമിക്രി വേദികളിലെ ഗോപാലകൃഷ്ണനിൽ നിന്ന് ദിലീപ് എന്ന സൂപ്പർ താരത്തിലേക്ക് സ്വപ്നതുല്യമായ വേഗത്തിലായിരുന്നു പറന്നുയരൽ. അതേ വേഗത്തിൽ തന്നെ സ്വന്തം സഹപ്രവർത്തകയെ ആക്രമിച്ച് പ്രതിനായക പരിവേഷമണിഞ്ഞ് ജയിലിലേക്ക് നടന്നു നീങ്ങുകയാണ് ദിലീപ് എന്ന ജനപ്രിയ നായകൻ. കലാഭവന്റെ മിമിക്രി വേദികളിലായിരുന്നു ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിന്റെ കലാജീവിതത്തിന്റെ തുടക്കം. പിന്നീട് കമലിന്റെ സംവിധാന സഹായിയായി, അത് കഴിഞ്ഞ് സിനിമയിൽ ചെറുവേഷങ്ങൾ ചെയ്തു. കമലിന്റെ തന്നെ എന്നോടിഷ്ടം കൂടാമോ ആയിരുന്നു ആദ്യ ചിത്രം. സുന്ദർദാസിന്റെ സല്ലാപത്തിലൂടെയാണ് നായകനിലേക്ക് ഉയർന്നത്. ഇതേ ചിത്രത്തിലൂടെ നായികാ പദവിയിലേക്ക് ഉയർന്ന മഞ്ജു പിന്നീട് ജീവിത സഖിയായതും അത് കഴിഞ്ഞ് തമ്മിൽ പിരിഞ്ഞതും ചരിത്രം. ഇതിനുശേഷം ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല ദിലീപിന്. കോമഡിയായിരുന്നു പ്രധാന ആയുധം. ഒരേപോലുള്ള എണ്ണമറ്റ വേഷങ്ങളിലൂടെ മോഹൻലാലും മമ്മൂട്ടിയും പതിറ്റാണ്ടുകളായി കൈയടക്കി വെച്ച സിംഹാസനം ഏറെക്കുറെ അനായാസമായി തന്നെ ദിലീപ് പിടിച്ചെടുത്തു. തുടരെ തുടരെ സൂപ്പർഹിറ്റുകൾ പിറന്നതോടെ ദിലീപിന്റെ മറ്റൊരു വേഷത്തിനാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത്. നിർമ്മാതാവായ ദിലീപ് മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ സ്വാധീനമായി മാറി. അമ്മ എന്ന താരസംഘടനയുടെ ഖജനാവ് നിറച്ചുകൊടുത്ത 2020 എന്ന മൾട്ടി സ്റ്റാർ സൂപ്പർഹിറ്റ് ചിത്രം നിർമ്മിച്ചതും ദിലീപ് തന്നെ. ഇതോടെ മലയാള സിനിമ ഏതാണ്ട് ദിലീപിന്റെ കൈപ്പിടിയിലായി. കഴിഞ്ഞ വർഷം അവസാനം തിയേറ്റർ ഉടമകളുടെ സമരം പൊളിച്ചതോടെയാണ് ദിലീപിന്റെ കരുത്ത് മലയാള സിനിമ അറിഞ്ഞത്. തിയേറ്റർ ഉടമകളുടെ ഒരു ബദൽ സംഘടന തുടങ്ങിയതോടെ ലിബർട്ടി ബഷീർ നേതൃത്വം കൊടുത്ത സംഘടനയുടെ ശക്തി ചോർന്നു. ഇങ്ങനെ മലയാളത്തിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നടി ആക്രമിക്കപ്പെടുന്നതും ദിലീപിന് നേരെ അന്വേഷണത്തിന്റെ കുന്തമുന നീണ്ടതും. ഇപ്പോൾ അറസ്റ്റിലായത്. രാമലീല എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നു. പ്രൊഫസർ ഡിങ്കൻ ഉൾപ്പെടെയുള്ള മലയാള ചിത്രങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നു. അതിനിടയിലാണ് അറസ്റ്റിലാവുന്നത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദിലീപിന്റെ ഭാവി. അത് നിയമം തീരുമാനിക്കട്ടെ. ന്യൂസ് ഡെസ്ക്.